നീ ആരുടെ പേര് പറയും? ഞാൻ അമ്മേരെ. ചുമ്മാ അങ്ങനെ ഇരുന്നതാ. നീ ആരെയാ നോക്കണേ? ഏട്ടൻ ഇതുവരെ വന്നില്ല. വരും, അവന് പണിക്ക് പോയിക്കണല്ലേ. എന്നാലും ഇത്രയും താമസിച്ചില്ലേ? എങ്ങനെ മാനസിക രോഗമൊക്കെ കുറഞ്ഞോ? മുടിയാ? അയ്യോ, ആ കാര്യം പറഞ്ഞില്ലല്ല. മുടി കൊഴിച്ചിൽ ഇപ്പൊ എന്തൊരു മാറ്റാന്നാത്തനെ. ആണോ? ആ, ക്ലീറ്റ ചേട്ടനെ സമ്മതിച്ചേട്ടാ. മുമ്പില്ല ഇങ്ങനെ പിടിക്കുമ്പോ ഒരു 10 എണ്ണമെങ്കിലും വരുമായിരുന്നു. ഇപ്പൊ ഒറ്റെണ്ണം വരത്തില്ല. അത് ശരി. പിന്നെ ഏറ്റതാരാണ്? ക്ലീറ്റോ. അതൊരു കാര്യം ഏറ്റെടുത്ത അത് നടത്താതെ പിന്നെ പിന്നോട്ട് മാറൂല. ചിലത് പാളി പോകുന്നതാ. പിന്നില്ലേ രാത്രി മസാജ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, എണ്ണ തേച്ച്. അപ്പൊ ഏട്ടൻ മസാജ് ചെയ്തു തരും നന്നായിട്ട്. അയ്യോ, എന്തൊരു സുഖാന്നറിയോ, ഉറങ്ങി. ആ, ഞാൻ തേച്ച മസാജ് ചെയ്ത ശരിയാവത്തില്ലെന്ന് പറഞ്ഞിട്ട് ഏട്ടനെ മസാജ് ചെയ്യും. എന്ത് നാറ്റായ എണ്ണയ്ക്ക് അത് വെച്ചിട്ടാ കിടക്കണേ. മുടി കെട്ടട്ടെ. ലൈൻ പൊട്ടി വീണായിരുന്നു. അപ്പൊ അവര് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു ചെന്നില്ലേ, പിന്നെ അത് പരാതിയാവും. എടാ, ക്ലീറ്റോനെ കണ്ടോടാ വന്നൊഴിക്ക്? ഇല്ല, കണ്ടില്ല. അവിടെ പോയി. അവൻ പോയി വന്നില്ല ഇതുവരെ. അല്ല, പാർട്ടി മീറ്റിംഗ്. എന്താ മീറ്റിംഗ് എന്ന് പറയുമ്പോ ഇത്ര ചിരിക്കാനായിട്ട്? അല്ല, ക്ലീറ്റൊക്കെ എന്നും പാർട്ടി മീറ്റിംഗ് ആണല്ലോ. ആണോ? അങ്ങനെ കൈവച്ച് അങ്ങനെ ഞാൻ ഇത് ഒരുപാട് അങ്ങോട്ട് ചിരിക്കണ്ടെന്ന് പറഞ്ഞേക്ക് കൂട്ടുകാരനോട്. എന്റെ ക്ലീറ്റോയിലേക്ക് കാണാൻ ഇപ്പൊ ഭാര്യ മൊട്ടേച്ചായിട്ട് നടക്കണത്. ഞാൻ പറഞ്ഞ ഒരു എണ്ണയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു. ആ എണ്ണ തേച്ച് ഇവിടെ തലമുടി നല്ല കൊഴിച്ചിട്ട് ഭയങ്കര നിന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരത്തില്ലായിരുന്ന, അതും മാറി. ആണാ? മുടി കൊഴിച്ചിലൊക്കെ നിന്നാ? അടിപൊളി എണ്ണ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യ്. നീ ക്ലീറ്റോനോടെ സായിലൊക്കെ ഒരു ബോട്ടിൽ കൊണ്ടുതരാൻ പറയും. ഇവിടെ ക്ലീറ്റോ കൊള്ളൂല, അതാ തേക്കണ്ട. കുഴപ്പമില്ല, എന്ത് വട്ട്. അവക്കിങ്ങനെ മുടി കൊഴിച്ചിട്ട് ഭയങ്കര തകരാറാണ്. ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളും ചോദിച്ചിട്ടുണ്ട്, ഇവളുടെ മുടി കൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോടും പറയണോന്ന് പറഞ്ഞിട്ടുണ്ട്. ബേബി ചേച്ചി, മേരി ചേച്ചി പറഞ്ഞു നല്ലതാ. പിന്നെ 2000 രൂപ ആര് മേടിക്കാനാ? ഞാൻ പറഞ്ഞു നല്ല മണം. ഞാൻ വരാം. അഡ്വാൻസ് എന്തെങ്കിലും? ഒരു കാര്യം ചെയ്യ്, 2 ബോട്ടിൽ പറഞ്ഞോട്ടോ. 2 ബോട്ടിൽ? അല്ല, ഷാഹിദക്ക് ഒരെണ്ണം മതി. ഈ ഷാഹിദക്ക് ഈ എണ്ണ തേച്ചിട്ട് തലവേദന കുറയും. പക്ഷെ അതോടുകൂടി എന്റെ തലവേദന കൂടും. ഉമ്മക്കില്ല എന്ന് പറഞ്ഞിട്ടേ. അവിടെ എന്ത് വേണമെങ്കിലും 2 എണ്ണം വേണല്ലോ. എത്രയും പൈസ തന്നെ? ഒരു ബോട്ടിലിന് 2000 രൂപ. 2000 റുപ്യ അല്ലേ? ഒരു കാര്യം ചെയ്യും, ഇത് അഡ്വാൻസ് ആയിട്ട് വെച്ചോ, ഇല്ലെങ്കിൽ തീർന്നു പോയാലേ. നീ പിടിച്ചോടാ, പൈസ എന്റെ വന്നത് ചെലവായി പോകും. ഞാൻ വരാം. 500 രൂപ ഉള്ളൂട്ടോ, ബാക്കി 3500 രൂപ. പേടിക്കണ്ട പെങ്ങളെ. ഞങ്ങള് പഠിച്ചൊക്കെ കഴിഞ്ഞു. നീ പഠിച്ചു കഴിഞ്ഞു, അവള് പഠിക്കണ്ടേ? അവളും പഠിച്ചു കഴിഞ്ഞു. ഞാനാ പഠിപ്പിച്ചത്. ആണോ? ഏട്ടന് ഈ മണം ഭയങ്കര ഇഷ്ടമായിരുന്നു. പപ്പടം കാച്ചിയ വേണോ എണ്ണക്ക്? പപ്പടം കാച്ചിയ വേണോന്ന്. Alien versus Alien.